എന്റെ പ്രിയപ്പെട്ട ദാറുൽ ഹുദായുടെ മക്കളോട്, ഹുദവി സഹോദരങ്ങളോട് വളരെ സ്നേഹപൂർവ്വം ഉണർത്തുവാനുള്ളത്, പാണക്കാട് തങ്ങൾ, മുസ്ലിം ലീഗ്, സമസ്ത എന്ന ഇത്തിരി ശക്തികളെ വിള്ളലില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് ബാധ്യതയുണ്ട്. നാളത്തെ തലമുറക്ക് ഈ ഇസ്സത്ത് കിട്ടണമെന്ന് നിങ്ങൾക്ക് മോഹമുണ്ടെങ്കിൽ, നാളത്തെ തലമുറക്ക് ഈ അഭിമാനത്തോടെ ജീവിക്കണമെന്ന താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചിന്തയുണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന സ്ഥാപനത്തെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അതിന്റെ ബാനിയെ നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സുന്നത്ത് ജമാഅത്ത് കുറവാണ് അത്രേ. ദാറുൽ ഹുദയ്ക്ക് എങ്ങനെയാണ് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുക? പക്ഷെ ഒരു കാര്യമുണ്ട്, വഹാബിസം കമ്മ്യൂണിസത്തെക്കാൾ അപകടകരമാണ് എന്ന് പറയാൻ ഞങ്ങൾ ഹുദവികളെ കിട്ടില്ല. ഞങ്ങൾക്കത് കഴിയില്ല. കാരണം സൈനുൽ ഉലമ ഞങ്ങളെ പഠിപ്പിച്ചത് 100ക്ക് 100 സുന്നിയാവാനാണ്, 110 ആകാനല്ല. അതുകൊണ്ട് ഞങ്ങൾക്കത് സാധ്യമല്ല. CH മുഹമ്മദ് പോയ വഹാബിയാണെന്ന് പറയാനൊന്നും ഞങ്ങൾ ഹുദവിമാരെ കിട്ടില്ല. കാരണം ഞങ്ങൾ കണ്ണിയത്ത് ഉസ്താദിന്റെ സമസ്തയിലാണ്. CH മുഹമ്മദയുടെ ഖബറിൽ ചെന്നിട്ട് അസ്സലാമു അലൈക്കും യാ ഹബീബി CH എന്ന് പറഞ്ഞ കണ്ണിയത്ത് ഉസ്താദിനെയാണ് ഞങ്ങൾ നേതാവായിട്ട് കാണുന്നത്. കമ്മ്യൂണിസത്തെക്കാൾ അപകടമാണ് വഹാബിസം എന്ന് പറയാൻ ഞങ്ങളെ കിട്ടൂല. പറയുന്നിടത്തേക്ക് നമ്മുടെ അനുജന്മാരുടെ മനസ്സവർക്ക് മാറ്റാൻ കഴിഞ്ഞുവെങ്കിൽ അവരുടെ പണി എത്രയായിരിക്കും? അല്ല, പറയണ്ട. വഹാബിസം എതിർക്കപ്പെടണം, കമ്മ്യൂണിസം എതിർക്കപ്പെടണം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഹെഡിങ്ങോ എന്റെ ഹെഡിങ് 2 കാര്യം കൊണ്ടാണ്. അങ്ങനെ ശ്രദ്ധ വന്നതുകൊണ്ട് തിരിച്ചു പറഞ്ഞാല് നിങ്ങൾ ശ്രദ്ധിക്കൂ എന്നതുകൊണ്ട്. 1, 2, പുറത്തെ ശത്രുവിനേക്കാൾ ഭയങ്കരനും അപകടക്കാരനും അഗസ്ത ശത്രുവാണെന്ന് ഇമാം ഗസാലി. അതുകൊണ്ട് മുബ്തദി ആണ് അപകടം ആരെക്കാൾ? നിരീശ്വരവാദിയേക്കാൾ എന്ന് ഇമാം ഗസാലി. ഹെഡിങ് ഒന്ന് മാറ്റിക്കൂടെ? മാറ്റം അങ്ങനെ നടക്കണ കാര്യമില്ലല്ലോ. ഇമാം നിങ്ങൾ പറഞ്ഞ പെട്ടെന്ന് മാറ്റാൻ പറ്റും. വെണ്ടം അടിത്തറയിൽ കുഫ്റാണ് ഭയാനകമെങ്കിലും പ്രയോഗത്തിലും പ്രചാരണത്തിലും അപകടം ബിദ്അത്ത്. കാരണം കുഫ്ർ ഒരിക്കലും ആയത്തോടെ ജനങ്ങളെ ക്ഷണിക്കൂല. ബിദ്അത്ത് ജനങ്ങളെ എളുപ്പം വഴി തെറ്റിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? കമ്മ്യൂണിസത്തിലേക്ക് പോയവര് ആരാ? കമ്മ്യൂണിസത്തിലേക്ക് പോയവർ ദുനിയാവ് തേടി പോയതാ. ദുനിയാവ് തേടുന്നവർ എപ്പോഴും കുറവായിരിക്കും. കാക്കട്ടെ. നേരെ മറിച്ച് വഹാബിസത്തിലേക്ക് പോയവരാരൊക്കെയാ? അവരൊക്കെ സ്വർഗം തേടിപ്പോയവരാ. എന്റെ മനസ്സിലായില്ലേ? കമ്മ്യൂണിസത്തെ തേടിപ്പോയവൻ കുഴങ്ങിയാൽ പ്രശ്നമാക്കണ്ട. ഏതായാലും കമ്മ്യൂണിസം ദുനിയാവുണ്ട്. അതേ സമയത്ത് പഠിച്ചോണ്ടെടുക്കൽ നന്നാവണം, സ്വർഗം കിട്ടണം എന്ന് വിചാരിച്ച് ഇറങ്ങിപ്പോയവരെ ആയത്തു അലി സോറിയിട്ട് വിനാശാക്കിയത്. അതുകൊണ്ടാണ് ഇവരെ ഹിസ്ബുൽ ശൈത്വാൻ, പിശാചിന്റെ വാക്കായത്. എന്നിട്ട് നമ്മൾ പറയാ ഇവരെ എതിർക്കാൻ ഞങ്ങളില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ പണി? ടെററിസ്റ്റിനെ എതിർത്തിട്ടില്ലെങ്കിൽ എന്താണ് മുസ്ലിമിന് പണിയുള്ളത്? ഇസ്ലാമിന്റെ മുഖം ഏറ്റവും വികൃതമാക്കിയ അക്രമികളാണ് ആര്? ഭീകരവാദികൾ. അല്ലാഹു അവരെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എന്ന് നിങ്ങൾ വിചാരിച്ച് ലോകത്തുള്ള എല്ലാ ടെററിസ്റ്റ് സംഘടനകളും വഹാബിസം എല്ലാം മസൂദ് അസർ പഠിക്ക്, പരിശോധിക്ക്. നെറ്റൊക്കെ തന്നെ അറിയാലോ നിങ്ങൾക്ക്. ഇന്നെപ്പോലെ ഈ പഴയ ആളൊന്നും നിങ്ങളൊക്കെ പുതിയ ആളുകളല്ലേ. നിങ്ങൾ അടിച്ചോയിക്കൂടെ? ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഒരു ആരാണ്? വഹാബിയാണ്. ആര്? അസീം ഉമർ. അയാളാണ് ഇന്ത്യയിൽ അൽ ഖായിദ സ്ഥാപിച്ചത്. മസൂദ് അസർ ആരാ? വഹാബിയ. അയാളാണ് ജയ്ഷെ മുഹമ്മദ് സ്ഥാപിച്ചത്. അവരാണ് 90കളിൽ ഞങ്ങൾക്കറിയാലോ ഇന്ത്യൻ വിമാനം കാണ്ഡഹാറിലേക്ക് റാഞ്ചി കൊണ്ടുപോയത്. കേട്ടിട്ടില്ലേ? ആരാ റാഞ്ചിയത്? ജയ്ഷെ മുഹമ്മദ്. ആരാ ജയ്ഷെ മുഹമ്മദ് സംഘടന സ്ഥാപിച്ചാരാ? മസൂദ് അസർ. ആരാ? വഹാബി. എവിടെ പഠിച്ചു? കറാച്ചിയിലെ വഹാബി സ്ഥാപനത്തിൽ. ഇന്ത്യയിലെ മറ്റൊരു ടെററിസ്റ്റ് സംഘടനയാണ് ഹറക്കത്തുൽ മുജാഹിദീൻ. ആരാ സ്ഥാപിച്ചത്? ഫസ്ലുർ റഹ്മാൻ ഖലീൽ. ഈ ഫസ്ലുർ റഹ്മാൻ ഖലീൽ എവിടെ പഠിച്ചതാ? കറാച്ചിയിലെ വഹാബി കോളേജിൽ. ആര് ചെലവ് നടത്തി? സൗദി വഹാബി.
ഇവരൊക്കെ നമ്മൾ പേറണമെന്നോ? ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ്, നമുക്ക് പിണറായി വിജയനോട് ദേഷ്യമുള്ളൂ, ഇവരൊന്നും നമുക്ക് പ്രശ്നമല്ല. ഇവരെ തള്ളിക്കളഞ്ഞിട്ട് ഇസ്ലാമിനോട് നിലക്കാൻ കഴിയും? ഇവരെ തള്ളിക്കളഞ്ഞിട്ടില്ലേ ഇസ്ലാമിന് ഇവിടെ നിലനിൽക്കാൻ കഴിയും? ഇവരുണ്ടാക്കിയ ദുരന്തം എത്രയാ! ഈ ദുരന്തത്തെ എങ്ങനെ നിസ്സാരവൽക്കരിക്കും? വഹാബിസം ക്രൂരമാണ്. നിങ്ങളുടെ ഉസ്താദുമാർ നിങ്ങൾക്ക് പഠിപ്പിക്കാത്തത് കൊണ്ടാണ്. ചേകനൂരി സദ് വഹാബിസത്തിന് ഉൽപ്പന്ന, ജാമിദ വഹാബിസത്തിന് ഉൽപ്പന്ന, ജാമിദ പറ. ജാമിദ മുസ്ലിമത്തിലെ ഇന്നേറ്റവും കൊഞ്ഞനം കുത്തുന്ന ജാമിദ വഹാബിസത്തിന് ഉൽപ്പന്ന. ജബ്ബാറ് നിരീശ്വരവാദിയായ ജബ്ബാറ് വഹാബിസത്തിന് ഉൽപ്പന്ന. ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദികൾ ഒക്കെ വഹാബിയാണ്. അങ്ങനെയാണ്. വഹാബിസത്തിന് ഭീകരവാദം ഉൽപ്പാദിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. എവിടെ വഹാബിസമുണ്ടോ അവിടെ ഭീകരവാദം ഉറപ്പായിട്ടുണ്ടാവും. എവിടെ ലൈഫ് ബോയ് ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ട് എന്ന് പഴയ കാലത്ത് എഴുതി ചെയ്യുന്നു. അങ്ങനെ എവിടെ ലൈഫ് ബോയ് ഉണ്ടോ അവിടെ ആരോഗ്യം ഉണ്ട് എന്ന് പറയുമ്പോൾ എവിടെ വഹാബികൾ ഉണ്ടോ അവിടെ ഭീകരവാദം ഉണ്ട്. വഹാബിയാകലിന്റെ ഭീകരവാദം, ഇനി വേറെ ഭീകരവാദം വേണ്ട, വഹാബിയാകൽ. കാരണം ലോകത്തെ ആദ്യത്തെ ഭീകരവാദി, ഈ ആധുനിക മുസ്ലിങ്ങൾ ആദ്യത്തെ ഭീകരവാദി വഹാബിയാണ്. ഖുർആൻ ബൈബിൾ സംവാദം എന്ന പേരിൽ ഇവിടെ നാടകം തുടങ്ങിയതാരാ? വഹാബി. സ്വഹാബത്ത് വന്നിട്ട് രാമായണത്തിനെതിരെ വെല്ലുവിളിച്ചിട്ടുണ്ടാ? താബിഈങ്ങൾ വെല്ലുവിളിച്ചിട്ടുണ്ടാ? അത് നമ്മളെ രീതിയാണോ? അത് നമ്മുടെ രീതിയാണോ പറയാണോ? അല്ല. കേരളത്തിൽ വർഗീയത വളർത്തിയതായ എം അക്ബർ അല്ലാതായ അന്യസമുദായക്കാരുടെ ഗ്രന്ഥങ്ങളെ പരസ്യമായി അവഹേളിക്കുക ഒരു മുസ്ലിമിന് പാടുണ്ടോ? ഇത് പ്രബോധനാണോ? ഏതെങ്കിലും സ്വഹാബത്ത് ഒരു നാട്ടിൽ പോയി ഇവിടെ വന്നിട്ടുണ്ടല്ലോ, രാമായണവും മഹാഭാരതവും വെല്ലുവിളിക്കുന്നു കൊണ്ടുവരിന്ന് പറഞ്ഞ് ഒരു സ്വഹാബി രാമായണത്തെ വെല്ലുവിളിച്ച ചരിത്രം ഉണ്ടാ? ആരാണ് നടത്തിയത്? എം അക്ബർ. എന്താ ലക്ഷ്യം? വഹാബിസം പ്രചരിപ്പിക്കുക. എന്താണിത്? നീ എന്റെ സാക്കിർ നായിക്കിന് പണി എന്താ? ഇതെന്റെ മത എന്താ ഉദ്ദേശം? എന്താ? 10,000-കണക്കായ ആളുകളെ ഒരുമിച്ച് കൂടിയിട്ട് മണിമണിയായി അന്യഗ്രന്ഥങ്ങളെ മോശത്തരം പറയുമ്പോൾ 2 പ്രശ്നം ഉണ്ടാവും. എന്താ 2 പ്രശ്നം? ഒന്ന്, അന്യ സമുദായക്കാർ ആ ഗ്രന്ഥത്തെ വിശ്വസിക്കുന്നവർ നമ്മെ വെറുക്കും. ഇന്ത്യയിൽ പൊതുവെ സാക്കിർ നായിക്കിന്റെ പടയോട്ടവും കേരളത്തിൽ എം അക്ബറിന്റെ പടയോട്ടവുമാണ് ഇന്ത്യയിൽ പൊതുവെയും കേരളത്തിൽ പ്രത്യേകിച്ചും ഈ വർഗീയവാദം വളർത്തിയത്. അത് തെറ്റാണ്, തിന്മയാണ്. എന്ത് ഇവരെ നമ്മൾ പേരണമെന്നാണ് പറയുന്നത്? നിങ്ങൾ പഠിക്കണം വഹാബികളെ, എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ പഠിക്കണം. ഇതൊരു ഈ മനുഷ്യൻ അംഗീകരിക്കാൻ ഒരു മുസ്ലിമിന് കഴിയൂല. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ ഒഴിവാക്കാതെ നിങ്ങൾ നന്നാവൂല. ആധുനിക മുസ്ലിം സമുദായത്തിലെ ആദ്യത്തെ ടെററിസ്റ്റ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ്. പഠിക്കുക സഹോദര, പഠിക്ക്. ജൂതന്മാരുടെ അന്തകൻ അഡോൾഫ് ഹിറ്റ്ലർ ആണെങ്കിൽ മുസ്ലിമിന്റെ അന്തകൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ്. 10,000-ങ്ങളെയാ കൊന്നത്. 10,000-ങ്ങൾ, ലക്ഷങ്ങൾ, 10,000-ങ്ങളൊന്നല്ല. അതിലെത്ര ആലിമീങ്ങൾ, എത്ര സയ്യിദന്മാർ. ലോകത്തെ ഏറ്റവും കൂടുതൽ സയ്യിദന്മാർ കുറഞ്ഞ രാജ്യം സൗദി അറേബ്യ. എന്ത് കൊന്നു, ബാക്കിയുള്ളത് ജീവനും കൊണ്ടോടി. മുസ്തഫ നബിയുടെ പേരക്കുട്ടികൾ ഏറ്റവും കുറഞ്ഞ രാജ്യം സൗദി അറേബ്യ. എന്നിട്ട് ഇവരെങ്ങൾ തോളിലിടുന്നത് എന്തേ? പഠിക്ക്, പഠിക്ക്. കുളത്തിലെ തവളയാകല്ലേ, പഠിക്ക്. പറയാ ഓരോരുത്തർ, നമുക്ക് എല്ലാവരും ആരും വേണ്ട. ഇതിനാ എത്ര ആലിമീങ്ങളെയാണ് ഇവർ കൊന്നതെന്ന് കണക്കില്ല. എത്ര സാധക്കളെയാണ് കൊന്നതെന്ന് കണക്കില്ല. എത്ര സയ്യിദന്മാരെയാണ് കൊന്നതെന്ന് കണക്കില്ല. ഇവരോട് നമ്മൾ അല്ലാഹുവിന്റെ കോടതി എന്ത് പറയും? ഇത് മൂർഖനല്ല, ഇത് രാജവെമ്പാലയാണ്. ഇതിനോട് ഒത്തുരാജിയായ പിന്നെ ചെന്ന് സുന്യ അല്ല, പിന്നെ ചെന്ന് സുന്യ അല്ല.
പിന്നെ സുന്നികൾക്കൊരു സംഘടന ഉണ്ട് സമസ്ത. അതിന്റെ ഉത്തരവാദിത്വം ഈ വഹാബിയത്തിനെ എതിർക്കാൻ, വഹാബിയത്തിനെ എതിർക്കാൻ വേണ്ടി മാത്രമാണ് സമസ്ത ഉണ്ടാക്കിയത്. സമസ്ത ഉണ്ടാക്കിയത് ഈ വഹാബിയത്തിന്റെ ഫിത്ന ഇല്ലാതാക്കാൻ. തെറ്റ് തിരുത്തിയിട്ടില്ലെങ്കിൽ വിവരം അറിയും. ഇങ്ങനെ ഉള്ളിലിരിപ്പ് ഞാൻ പുറത്ത് പറയും, കഥകൾ എനിക്കറിയും. അത് പറയേണ്ട ലക്ഷ്യമല്ല, ഇന്നവർ പറഞ്ഞിട്ടില്ല, എനിക്ക് ലക്ഷ്യമല്ല. വഹാബിസത്തെ താലോലിക്കുന്നവരുടെ ലക്ഷ്യം എനിക്കറിയും. ഇത് പറയും ലക്ഷ്യമല്ല, പറയൂല്ല. എന്തുകൊണ്ട്? നമുക്ക് നന്നാവണം. ഇത് തിന്മയാണ്. ഞാൻ ഒരിക്കലും ബേജാറാവണ്ട. അത് ഞാൻ എന്റെ മനസ്സിലുള്ള എവിടെയാ മുസ്ലിം ഉമ്മത്തിന് പേച്ച് നമുക്ക് പറയാൻ കഴിയും. എവിടെയാ മുസ്ലിം സംഘശക്തി ചോർന്നു പോയത് പറയാൻ കഴിയും, പക്ഷെ പറയൂല. എന്തുകൊണ്ട്? ഇത് മുറ്റിമുറിക്കലല്ല ലക്ഷ്യം, നന്നാക്കിയെടുക്കലാണ്. പക്ഷേ വഹാബിസത്തെ താലോലിക്കരുത്. നിങ്ങൾ എന്തായാലും വഹാബിയാകരുത്. വഹാബിയാവാൻ പറ്റൂല. അയാൾ അത്രയും വലിയ അക്രമിയാണ്. അയാൾ ചെയ്ത ക്രൂരതകളുടെ ആയിരക്കണക്കിന് ചിത്രങ്ങളുണ്ട്. അത് പറയാൻ പറ്റൂല. അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. വസ്സാബിഖൂന അൽഅവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. മാർഗ്ഗത്തിലേക്ക് വരണം. സുന്നികളായ നമ്മൾ സുന്നികളായതുകൊണ്ടാണ് നമ്മളുടെ ഐഡിയോളജി മനസ്സിലായില്ലേ? കമ്മ്യൂണിസത്തിനെ എതിർക്കാൻ ഹിന്ദു വരും, ക്രിസ്ത്യാനി വരും, പാർസി വരും, ബുദ്ധൻ വരും, ജൈനൻ വരും, കൺഫ്യൂഷൻ വരും, എല്ലാവരും വരും. എന്തുകൊണ്ട്? എല്ലാ മതവും മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നാണ് ആര് പറഞ്ഞത്? കാൾമാക്സ്. എന്നാൽ വഹാബിയെ എതിർക്കാൻ ആരും വരില്ല, നമ്മളെ വരും. കമ്മ്യൂണിസത്തിനേക്കാൾ അപകടം വഹാബിസാണ്, അതിനെ എതിർക്കാൻ ഞങ്ങളെ കിട്ടൂല. നിങ്ങൾ പറയട്ട്, നിങ്ങളില്ലെങ്കിൽ നമ്മളെ വണ്ടി പോകില്ല. നിങ്ങൾ വേണം. നമ്മളെ വണ്ടി ഇപ്പൊ നിർത്തിയിട്ടിരിക്കാണ്, പോകൂല. നിങ്ങൾ കയറിയാലേ പോകും. അതുകൊണ്ട് നിങ്ങളില്ലാതെ നമ്മൾ വണ്ടി വിടുന്നു ഞാൻ പറയില്ല. നിങ്ങളെ വണ്ടിയോട് കൂടെ തന്നെ പോകും. നിങ്ങൾ വേണം. നിങ്ങളില്ലാതെ നമ്മൾ പോകും. ഞങ്ങൾ തന്നെ ഇല്ലേ പറേ. മകൻ പുതിയ പുര കയറ്റപ്പോൾ ഉമ്മ പടങ്ങി. ചിലപ്പോ മരുമകളോടുള്ള ദേഷ്യായിരിക്കും. ഉദ്ഘാടനത്തിന് വന്നില്ലെങ്കിൽ മകൻ പറയില്ലേ, നിങ്ങൾ ഉമ്മ വന്നിട്ടില്ലെങ്കിൽ എന്റെ പേരൊക്കെ ഉദ്ഘാടനം ഉണ്ടാവില്ല. അങ്ങനെ തന്നെയല്ലേ? നമ്മളെ കുട്ടികളല്ലേ ജയിലിൽ കണ്ടു, നമ്മളൊക്കെ ദാടി അയച്ചില്ലേ. അതുകൊണ്ട് ഇനി ദേച്ചെടുക്കണം നിങ്ങളാണ്. നിങ്ങൾ ദേച്ചെടുക്കണം. ഞങ്ങൾ നിങ്ങളെ കിട്ടൂലാണ് പറഞ്ഞപ്പോൾ ഞാനൊന്ന് വേദനിച്ചു. എന്തുകൊണ്ട്? നിങ്ങളില്ലാതെ വണ്ടി ഓടൂല. എന്തുകൊണ്ട്? കാലഘട്ടത്തിന്റെ പ്രബോധകരാക്കാൻ പറ്റിയ മക്കളാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയും, നിങ്ങൾക്ക് ഹിന്ദി അറിയും, നിങ്ങൾക്ക് രാഷ്ട്രഭാഷകൾ അറിയും, നിങ്ങൾക്ക് കരുത്തുണ്ട്, നിങ്ങൾ യോഗ്യന്മാരാണ്, നിങ്ങൾ സുന്നത്തിമായത്തിന്റെ മക്കളാണ്. നിങ്ങൾ കഴിച്ച ഭക്ഷണം അഹ്ലു സുന്നയുടെ ഭക്ഷണമാണ്. നിങ്ങൾ മൗലത്തബീല ഖുതുബുസ്സമാന സയ്യിദ് അലവിൽ മംറമി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കളുടെ ഭക്ഷണമാണ് നമ്മളൊക്കെ കഴിക്കണത്. നിങ്ങൾ മാത്രമല്ല നമ്മളും കഴിക്കണത്. അതിനെ പയൽ പറഞ്ഞിട്ട് ഒരുപാട് വർഷം ഞാനും കഴിച്ചിട്ടുണ്ട്. നിങ്ങളാരും മാത്രമല്ല, ഞാനൊരു ഭക്ഷണം കഴിച്ചോല. എനിക്കത് എതിർക്കാൻ പറ്റില്ല, എതിർക്കാതിരിക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? ഞാനത് പറഞ്ഞ ഭക്ഷണം കഴിച്ചാൽ. അതുകൊണ്ട് ആരെയും ചൊടിപ്പിക്കാനുള്ള പ്രസംഗമല്ല ഇത്. ഹെഡിങ്ങിനെ തിരിച്ചിട്ടു എന്നേ ഉള്ളൂ. എന്നാൽ ഹെഡിങ് സത്യവുമാണ്. ഇമാം ഗസാലി അടക്കം പറഞ്ഞത് ഞാൻ കാണിച്ചു. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ ഒരു ഉപന്യാസം ഇത്രയും പറഞ്ഞാൽ പോരാ, ഒരുപാട് പറയേണ്ടതുണ്ട്. പക്ഷേ സമയ ദൈർഘ്യം ഭയന്ന് ഞാൻ സമയമൊക്കെ നേരം വൈകിയാലും ഈ ഉപന്യാസം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് റബ്ബന അലൈക പിറപ്പിന് ശേഷം മഹാനായ ശംസുൽ ഖുദ്സുല്ലാഹി കാലം തൊട്ട് ഇന്ന് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കാലം വരെ ഉണ്ടായിരുന്ന മസ്ലഹത്ത് ചർച്ചകൾ, അതിന്റെ ഫലങ്ങളൊക്കെ ഒന്ന് സംക്ഷിപ്തമായിട്ട് പറയാമോ? മാത്രമല്ല, ഇപ്പം ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈസ അമ്പലക്കടവിന്റെ പോസ്റ്റിൽ നിന്ന് അവസാനം എന്ന പോസ്റ്റുകളിൽ നിന്ന് മനസ്സിലാവുന്നത് മസ്ലഹത്ത് ചർച്ചകൾക്കും ചിലര് എതിരെ നിൽക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു ബാഹ്യ ശക്തികളുടെ ഇടപെടലില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും മസ്ലഹത്ത് ചർച്ചകൾ സഫലമാകാതെ പോയത്? സമസ്തയിലെ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് അതിന്റെ പ്രവർത്തകർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ, ഒരു മുടക്ക് സമീപനം സ്വീകരിക്കുന്ന ആളുകളാണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. നേരെ മറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് രാഷ്ട്രീയമായിട്ടല്ല പറയുന്നത്, മറിച്ചൊരു വ്യക്തി എന്ന രീതിയിൽ കാണാലോ.
അദ്ദേഹത്തിന്റെ സ്വന്തം പണം ചെലവാക്കി ടൂറിസ്റ്റ് ഹോമുകളൊക്കെ ബുക്ക് ചെയ്ത് പല മസലയത്ത് ചർച്ചകൾക്കും നേതൃത്വം കൊടുത്തത് അദ്ദേഹം. പാണക്കാട് വെച്ച് പല ചർച്ചകളും നടക്കുകയും അതിൽ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പങ്കെടുക്കുകയും ഹൈദരലി ശിഹാബ് തങ്ങൾ എല്ലാ സമയത്തും പല മസലയത്ത് ചർച്ചകൾ നടക്കുകയും ചെയ്തത് പത്രങ്ങളിലൂടെ നമ്മൾ പലപ്പോഴും വായിച്ചതാണ്. ചെറുശ്ശേരി ഉസ്താദുള്ള കാലത്തും അതുപോലെ തന്നെ അതിന് ശേഷവും ഒരുപാട് ചർച്ചകൾ പാണക്കാട്ട് വെച്ചും ഓരോ പ്രശ്നമുണ്ടാകുമ്പോഴും അത് മസ്ലഹത്താക്കാൻ വേണ്ടിയും സമൂഹത്തിലൊരു പിളർപ്പുണ്ടാവരുത് എന്ന് കരുതി, സമസ്യയിലൊരു ഭിന്നിപ്പുണ്ടാവരുത് എന്ന് കരുതി നല്ല നിലയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സമുദായ നേതൃത്വം എന്ന രീതിയിൽ അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നതിന് നമ്മളൊക്കെ സാക്ഷികളാണ്. ഞാനൊക്കെ തന്നെ പല മസ്ലഹത്ത് ചർച്ചയിലും പങ്കെടുത്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ അവർ സ്വീകരിക്കുന്ന ഒരു നയം സമുദായത്തിലൊരു ഭിന്നിപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അതേസമയത്ത് അവര് തന്നെ ഈ രണ്ട് സംഘടനകളെ ഒന്നിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും ചർച്ചയ്ക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിനുവേണ്ടി പലപ്പോഴും ഒരു സമയം നീക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അന്നത്തെ പല കാരണവശാൽ ഇത് യോജിക്കാതെ പോയി. ഇപ്പോഴും ആ ചർച്ച നടക്കുമ്പോൾ നമ്മളതിനെ സ്വാഗതം ചെയ്യുന്നു. ഒന്നിപ്പിന് നമ്മളെതിരല്ല. രണ്ട് സംഘടനകൾ ഒന്നിച്ച് രണ്ടും സുന്നത്തമായത്തിന്റെ പാതയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ ശക്തിപ്പെടുമെന്ന അഭിപ്രായം നമുക്കുണ്ട്. പക്ഷേ ആ അഭിപ്രായം നമ്മൾ മുന്നോട്ട് വെക്കുമ്പോഴും ഇത് തകർക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിലരെ പ്രതിക്കൂട്ടിൽ കാണിച്ച് ഈ മസലയത്ത് നടക്കാത്തത് അവരെ കൊണ്ടാണ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഇതിന്റെ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കുകയല്ലേ, അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയല്ലേ ശരി എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. മാത്രമല്ല ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ, കുറച്ചാളുകൾ മാത്രം സുന്നി, കുറച്ചാളുകൾ അസുന്നി. ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളുകളെ അസുന്നിയാക്കുന്ന തിരക്കിലാണ് ഇപ്പൊ നമ്മളുള്ളത്. അതിനോരോ കാരണങ്ങൾ ഇങ്ങനെ എടുത്തുദ്ധരിക്കുക, അതാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ചിലരുടെ ദൃഷ്ടിയിൽ സുന്നത്തമായത്തിന്റെ വക്താക്കളല്ല. അങ്ങനെ നമ്മുടെ ചില സ്ഥാപനങ്ങൾ സുന്നത്തമായത്തിന്റെ സ്ഥാപനങ്ങളല്ല. ആ രീതിയിൽ മുദ്ര കുത്തപ്പെടുന്ന ഒരവസ്ഥ എന്തുകൊണ്ടുണ്ടായി എന്ന് നമ്മളാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ ബാഹ്യശക്തികളല്ല, ആന്തരിക ശക്തികളാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറഞ്ഞാൽ അതായിരിക്കും ഒരുപക്ഷെ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്നാണ് എനിക്ക് അതിനെ കുറിച്ച് അഭിപ്രായപ്പെടാനുള്ളത്. എന്റെ സഹപ്രവർത്തകർ പറയട്ടെ ബാക്കി. ഇപ്പൊ നമ്മളെ ഈ ബാഹ്യശക്തികൾ ഇടപെടുന്നു എന്ന് പറയല്ലേ, ഈ AP വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടേ ഈ ചില സമയങ്ങളിൽ ലീഗ് എടുത്ത ചില നിലപാടുകളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നോളജ് സിറ്റി തർക്കലിടൽ അന്ന് മന്ത്രിമാർ പോയി. ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കിയത് നമ്മളാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പറഞ്ഞ ഇപ്പൊ ഹമീദ് ഫൈസിയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ശരിക്കും പറഞ്ഞത്. ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കിയവരാണ്. അന്ന് ലീഗ് ആകെ കുഴങ്ങി, പോകാൻ പാടില്ല എന്നുള്ള സമീപനത്തിലായിരുന്നു. ഞാനൊക്കെ അതിലായിരുന്നു കേട്ടോ. അതിപ്പോ ചരിത്രവും ഇതൊന്നും വാസ്തവങ്ങളൊന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു സമയത്ത് ഞാൻ ജനറൽ സെക്രട്ടറി ആയ ഉടനെയാണ് മർക്കസ് സമ്മേളനത്തിലേക്ക് സമദ അനി സാഹിബ്, അതുപോലെ തന്നെ PK ഫിറോസ്, MK മുനീർ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ പോയി. ഇനി ഒരാൾ ഈറ്റി, അതെന്റെ ഓർമ്മ, 4 പേരായിട്ട് പോയി. ഇല്ല, അമസാബ് പോയില്ല, അന്ന് പോയിട്ടില്ല. അമസാബിന് മുമ്പ് പോയതിനാണ് കൂവിയത് ജാമ്യയിൽ. അത് വേറൊരു സമയത്ത് ഈ ജാമ്യയിൽ ഗോബാക്ക് വിളിക്കാൻ വേണ്ടി ഏർപ്പാടാക്കുക വരെ ചെയ്തിട്ടുണ്ട് പലരും. അതൊക്കെ പിന്നെ പറയാം. അങ്ങനെ ഗോബാക്ക് വിളിച്ചത് അമസാഹിബിന്. അതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമസാഹിബ് മരിക്കുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു. അപ്പൊ തന്നെ നമുക്ക് എന്തൊക്കെ മനസ്സിലാവും. ഞാൻ പറയാനറിയോ, എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, എന്റെ അമസാഹിബ് എന്റെ അടുത്ത് പോയി ഞാൻ അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു, ഞാൻ ഗോബാക്ക് വിളിച്ചതിന് മാപ്പ് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഗോബാക്ക് വിളിച്ചത് അങ്ങനെ ഒരു പ്രത്യേക രീതിയിലായിരുന്നു. ഇപ്പൊ ദേഷ്യം പിടിച്ച ആരോ വിളിച്ചാല് നമുക്കതിനെ കുറിച്ച് പറയണ്ട, പക്ഷെ അങ്ങനെ ഒരു പ്ലാന്റ് ആയിരുന്നു വെച്ചു. പറയാം, ഇന്ന ആൾക്കാർ പറഞ്ഞിട്ടാണ് ഉസ്താദെ ഞാനത് ചെയ്തതെന്ന്. ഞാനന്ന് സെക്രട്ടറിക്കാണ്, പക്ഷെ നമുക്കന്ന് ഈ വക വളവൊന്നും നമ്മുടെ ഇല്ല. അതുകൊണ്ട് ഞാൻ ആ വിളവിന് പോയിട്ടില്ല. സത്യമാണ്, ഹത്തായിട്ട് ഞാൻ പറഞ്ഞത്. പക്ഷെ ആ വിളവ് എടുത്തവരുണ്ടായിരുന്നു, അവരാണത് ചെയ്തതെന്ന് ഇദ്ദേഹം ഈ ചെറുപ്പക്കാരനോട് പറയണ്ടേ. ഞാൻ പറയാൻ കാരണം ഈ പറയപ്പെട്ട പ്രമുഖ നേതാക്കള് മർക്കസിൽ പോകുന്നു, വിഷയം കത്തുന്നു. ഞാനന്ന് കുഞ്ഞാൽ സാഹിബ് എന്നെ വിളിച്ചു, ഇങ്ങനെ എന്താണ് സംഭവം. അപ്പൊ ഞാനും പറഞ്ഞു, ഈ പോയത് ശരിയല്ല, സമദാനി അവിടെ പോയി പിന്നെ വല്ലാതെ പൊഴുത്തി മറ്റേതും അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കുഞ്ഞാനൂർ സാഹിബ് എന്നോട് തിരിച്ചു കുറെ പറഞ്ഞു. അവസാനം ലാസ്റ്റ് രണ്ടുപേരും ഉടക്കിയ പോലെ നിൽക്കുന്ന ഒരവസ്ഥയിൽ ഫോൺ വെച്ചു. ഇത് കഴിഞ്ഞ് സമസ്ത മുഷാവറയിൽ ഞങ്ങളെല്ലാവരും ഉണ്ട്. മുഷാവറയും വിളിച്ചു, നമ്മളും എല്ലാ പ്രമുഖരായ ആളുകൾ, റാമാബൈസി എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉള്ള സമയത്ത് അതിനെ വിളിച്ച മുഷാവറയിൽ പിന്നെ ആറ്റപ്പൂ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പറയാണ്, സമസ്ത മുഷാവറ തീരുമാനിച്ചാണെങ്കിൽ നിങ്ങൾക്ക് അക്കാര്യത്തിൽ കുഴപ്പമുണ്ടാവുമെന്ന് വെച്ചു. അപ്പൊ നമ്മളാരും ഇത് കേൾക്കാത്ത പോലെ വിഷയം, നിങ്ങൾക്കിപ്പോ ഈ സംഭവത്തിൽ ലയനമാണ് അല്ലെങ്കിൽ ഐക്യപ്പെടലാണെങ്കിൽ അത് വേഗം നടക്കണം, ഇതേപോലെ ഒന്നും ആയ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് റാമോ പൈസ എല്ലാവരും കൂടി ബഹളം ഉണ്ടാക്കാണ്. എല്ലാവരും പറയുന്ന ഒരു സമയത്ത് ബാപ്പു മുസ്ലിയാർ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കുഞ്ഞാൽ സാഹിബ് ഇവിടെ ഉണ്ട്,
അദ്ദേഹം കോഴിക്കോടുണ്ട്, അന്ന് വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. നമുക്ക് കുഞ്ഞാലി സാഹിബിനെ വിളിക്കാം, കുഞ്ഞാലി സാഹിബിനോടും കൂടി ഈ വിഷയം സംസാരിക്കാം എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞാലി സാഹിബ് പോന്നു. അദ്ദേഹം വന്ന് ഉടനെ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ഈ വിഷയം എന്നോട് AP ചോദിച്ചപ്പോൾ ഞാൻ ഈ വിഷയം ആദ്യം പോയി പറഞ്ഞ ചെറുശ്ശേരി ഉസ്താദിനോടാണ്. ചെറുശ്ശേരി ഉസ്താദ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഇവർ കൂടി തീരുമാനിച്ച പ്രകാരമാണ് ഏറ്റവും പ്രമുഖർ പോകണ്ട, അതിന്റെ തൊട്ടടുത്തൊരു പോയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് ആവശ്യം എല്ലാവരും കൂടുതലാണ്. അല്ല, ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് പിരിക്കലായിരുന്നുവെങ്കിൽ ലീഗിന് ഒരിക്കലും ആ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. മുസ്ലിം ലീഗിന് ആ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. പിരിഞ്ഞു നിന്നോട്ടെ, അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചാൽ മതി. പിന്നെ ലീഗ് അവിടെ പോയി കുറച്ചു നേരം നിങ്ങളൊന്നും ഒരുമിച്ച് കൂടണമെന്ന് പറയേണ്ട ആവശ്യമില്ല. അന്ന് കുഞ്ഞാലി സാഹിബ് എഴുതിയ നിലപാട് പേജുണ്ട്. അന്ന് കുഞ്ഞാലി സാഹിബ് വേറൊരു വാക്ക് പറഞ്ഞു, ഞാൻ അന്ന് ശക്തനായിരുന്നുവെങ്കിൽ, അതായത് ഈ സമസ്ത പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ശക്തനായിരുന്നുവെങ്കിൽ ഈ വിഷയം രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോ യഥാർത്ഥത്തിൽ ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ എന്ന് പറയുന്ന ബാഹ്യശക്തിയുടെ ഇടപെടലല്ല, മറിച്ച് ഇവിടെ ഉണ്ടായിത്തീർന്ന അന്നത്തെ സാമൂഹിക അവസ്ഥയിൽ ഇവിടെ സമസാഹിബ് സൂചിപ്പിച്ച പോലെ സമുദായം ഒന്നായി നിൽക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ പ്രിയപ്പെട്ട അലിമിയാൻ, അതായത് അബുൽ ഹസൻ അലി നദീർ സാഹിബ് കോഴിക്കോട് വന്ന സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന കാരണം പറഞ്ഞ് മറ്റു ചില ബാഹ്യശക്തികളുടെ പ്രേരണയാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടുണ്ടായിത്തീർന്നതാണ് അന്നത്തെ പ്രശ്നം. അതേപോലെ തന്നെയാണ് വീണ്ടും ഇപ്പോ നിലവിലുള്ള ഈ സന്ദർഭത്തിലും ആ ബാഹ്യശക്തി കഴിഞ്ഞ 10 കൊല്ലങ്ങൾക്കിടയിൽ നിരന്തരമായി ഇടപെട്ടതിന്റെ തിക്ത ഫലങ്ങളാണ് ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ നമുക്കിടയിൽ ഉണ്ടാവാൻ പോയ ചില പ്രശ്നങ്ങൾ. അപ്പോൾ അതാണ് ബാഹ്യശക്തിയെങ്കിൽ നമ്മൾ അതെന്നെ നമ്മൾ സമ്മതിക്കാണ്. അതല്ലാത്ത ബാഹ്യശക്തിയല്ല, മറിച്ച് ഇപ്പോൾ പാണക്കാട്ട് കുടുംബം എന്ന് പറഞ്ഞാൽ പാണക്കാട് കുടുംബം ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പൂക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മഹാന്മാരായ സാദാത്യങ്ങളും നിരന്തരമായി ഇതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിച്ചവരാണ്. മുബാറക്കായ ഒരു നേതൃത്വം വരട്ടെ എന്ന് പറയപ്പെട്ട അടിസ്ഥാനത്തിൽ മഹാനായ കൊട്ടുമല ഉസ്താദിന്റെ വാക്ക് ഉപയോഗിച്ചിട്ടാണ് സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് മഹാനായ പൂക്കോയ തങ്ങൾ വരുന്നത്. പിന്നീട് ആ കുടുംബത്തിൽ നിന്ന് എല്ലാ കാലത്തും നമുക്കുണ്ടായത് ആ രീതിയിലുള്ള നിരന്തരമായ സപ്പോർട്ടും കൂടിയാണ്. അപ്പോൾ ഈ സംഭവത്തിന്റെ ഉള്ളടക്കം ഇതാണ്. ഞങ്ങളുടെയൊക്കെ ഒരു യാത്രയുടെ അനുഭവങ്ങൾ, നേർക്കുനേരെയുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ സൂചിപ്പിച്ചത്. മസ്ലഹത്ത് ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ പ്രശ്നങ്ങൾ തുടങ്ങിയ കാലഘട്ടത്തിന്റെ ഉടനെ തന്നെ മസ്ലഹത്ത് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ആദരണീയനായ കാസർഗോഡ് മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് KS അബ്ദുള്ള സാഹിബ്, അദ്ദേഹത്തെയാണ് ബഹുമാനപ്പെട്ട ശംസുലുമ്മ അക്കാര്യത്തിൽ മുന്നിലിറക്കിയിരുന്നത്. ശംസുലുമ്മക്ക് ഈ വിഷയം അവസാനിപ്പിക്കണം, യോജിച്ച് നിൽക്കണം എന്ന താല്പര്യം ഉണ്ടായപ്പോൾ KS അബ്ദുള്ള സാഹിബ് മുന്നിലിറങ്ങിക്കൊണ്ട് മസ്ലഹത്ത് ശ്രമങ്ങൾ നടന്നു. ശംസുലുമ്മ തന്നെ മുസ്ലിം ലീഗ് നേതാക്കന്മാരെ, KS അബ്ദുള്ള മുസ്ലിം ലീഗ് നേതാവാണ്, അവരെയാണ് ഇതിനെ മധ്യസ്ഥരായിക്കൊണ്ട് പറയുന്ന സമയത്ത് എടുക്കാറുള്ളത്. ശംസുലുമ്മയും ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനോട് നേതൃത്വത്തിൽ മസ്ലഹത്ത് ശ്രമം നടക്കുമ്പോൾ അവർ മുഷാവറ കാലഘട്ടത്തിലൊക്കെ എടുത്ത തീരുമാനം, മസ്ലഹത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാവണം. മസ്ലഹത്തിന്റെ അവസാന പ്രഖ്യാപനം ആയി 2 വിഭാഗം സുന്നികളും ഒന്നിച്ചെന്ന പ്രഖ്യാപനം നടത്തേണ്ടത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാവണം. പിന്നെ പാണക്കാട് തങ്ങന്മാരെ സംബന്ധിച്ച് സമസ്ത മുഷാവറ, സമസ്ത ഉലമാക്കൾ അങ്ങനെ തന്നെ പറഞ്ഞു. പാണക്കാട് തങ്ങന്മാരാണ് അത് പ്രഖ്യാപിക്കേണ്ടത്, മധ്യസ്ഥരാവേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് വീണ്ടും മധ്യസ്ഥ ശ്രമം നടന്നപ്പോൾ ആ മസ്ലഹത്ത് സമിതിയിൽ 2 വിഭാഗത്തുനിന്നും സമസ്തയിൽ കൊണ്ട് 4 ആളും മറുഭാഗത്തു നിന്നുകൊണ്ട് 4 ആളും തെരഞ്ഞെടുക്കപ്പെട്ട സമിതിയുടെ പിന്നീട് അതിന്റെ അധ്യക്ഷൻ ഈ 2ലും ഇല്ലാത്ത അധ്യക്ഷനായത് ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. പിന്നീട് അതിന്റെ കൺവീനർ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ചെറുവാടിയിലെ കോഴിക്കോട് ജില്ലയിലെ ഒരു സുഹൃത്താണ്. ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾക്ക്, സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് സമസ്തയുമായിട്ടാണ് ബന്ധമെങ്കിൽ ലത്തീഫ് സാറിന് കാന്തപുരം വിഭാഗവുമായി കൊണ്ടായിരുന്നു ബന്ധം, ഡോക്ടർ ലത്തീഫിന്. അതാണ് ശ്രമങ്ങൾ ഒരുപാട് കാലം നടന്നിരുന്നത്. വളരെ ആത്മാർത്ഥമായി ഈ 2 സംഘടനകളും ഒന്നിക്കാൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കി സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ മുന്നിലിറങ്ങിയതാണ്. തങ്ങൾ ഇതിനെ മസ്ലഹത്തിനാക്കുന്നതിന് ഏത് വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി നമ്മളൊക്കെ സംസാരിക്കുന്ന സമയത്ത് തങ്ങൾ ഇതിന് മുന്നിലുണ്ടായിരുന്നു. ഇപ്പോഴും നേരത്തെ ഓണമ്പള്ളി പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിൽ സമസ്തയിൽ വിഷയം ഉണ്ടായപ്പോൾ അന്ന് സമസ്തയെ ശക്തിപ്പെടുത്താൻ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. ശംസുലുമ്മി കണ്ണേത്ത് ഉസ്താദൊക്കെ എടുത്ത നിലപാടിന്റെ കൂടെ നിന്നിരുന്നു. അന്ന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എടുത്ത തീരുമാനമായിരുന്നു എറണാകുളം സമ്മേളനത്തിന് പോകരുതെന്ന്. ഒറ്റ മറുപടിയുള്ളൂ, സമസ്ത മുഷാവറ
പോവരുന്നു പറഞ്ഞു, നമ്മൾ അങ്ങനെ പറയും. പക്ഷെ പിൽക്കാലത്ത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇതൊക്കെ യോജിച്ചു വരണം, ഒന്നിച്ചു നിൽക്കണമെന്ന് വളരെ ആത്മാർത്ഥമായി താല്പര്യപ്പെട്ട് പ്രവർത്തിച്ചതാണ് പ്രത്യേകിച്ച് ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അവരൊക്കെയാണ്. അപ്പൊ ഇന്നുള്ള ചിലരുടെ ഒളിയമ്പ് നേരെ പോകുന്നത് മുസ്ലിം നേതൃത്വത്തിന് നേരെയാണെന്ന കാര്യം ആർക്കും അറിയാം. അവരാണ് ഇതിന്റെ ഭിന്നിപ്പുണ്ടാക്കുന്നത്. മുമ്പ് മറുഭാഗം പറഞ്ഞ അതേ ആരോപണം തന്നെ. അപ്പൊ കഴിഞ്ഞ ദിവസം പത്രക്കാര് ഒരു ചാനലിന്റെ ഉടമ എന്നോട് ചോദിച്ചു, മുസ്ലിം ലീഗ് ആണോ ഇതിന്റെ പിന്നിൽ? ഞാൻ മറുപടി പറഞ്ഞു, മുസ്ലിം ലീഗ് അല്ല എന്ന്. വാർത്ത പോകുന്നത് മുസ്ലിം ലീഗ് അല്ല എന്ന് മാത്രമാണ്. അപ്പൊ ഞാൻ മുസ്ലിം ലീഗ് അല്ല എന്ന് പറഞ്ഞത് വെറുതെ ആവശ്യമില്ലാതെ അച്ഛൻ പത്തായത്തിൽ പോലും ഇല്ല എന്ന് പറഞ്ഞ പോലെ എന്ന് ചില ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്തു. അതല്ല, ചോദ്യത്തിന് മറുപടിയാണ്. പത്രക്കാരുടെ ചോദ്യമാണ് മുസ്ലിം ലീഗ് ആണോ. ഇവർ ആരോപിക്കുന്നുണ്ടല്ലോ, പലരും വ്യംഗ്യമായി സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അല്ല, മുസ്ലിം ലീഗ് അല്ല. കാരണം മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ യോജിപ്പിക്കുന്ന സമീപനത്തിലേക്കാണ് നാളിതുവരെ വന്നിട്ടുള്ളത്. അതേ പറഞ്ഞിട്ടുള്ളൂ. അവർ യോജിക്കാനാണ് കാര്യങ്ങൾ പറയുന്നത്. പിന്നെയും ഈ യോജിക്കുന്ന മേഖല ലീഗ് പറയുമ്പോഴേക്കും ഇപ്പൊ പറ്റില്ല, അങ്ങോട്ട് പോവരുത്, അവരുടെ സമ്മേളനങ്ങൾക്ക് പങ്കെടുക്കരുത്, അവരുമായി ഒരു സഹായം അവർക്ക് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ വീരശൂര പരാക്രമികളാണ് ഇന്ന് മറുഭാഗത്തിന് അനുകൂലമായിക്കൊണ്ട് നിൽക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് ഒന്നിച്ചെടുത്തൊരു തീരുമാനവും ഭാഗമായിക്കൊണ്ട് മർക്കസിൽ പോകരുതെന്ന് പറഞ്ഞതും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ അതിന് മുന്നണിയിലുണ്ടായിരുന്ന, ഞങ്ങളെക്കാൾ മുന്നണിയിലുണ്ടായിരുന്ന ആളായിരുന്നു അമീർ വൈസിയും മുസ്തമാഷും മുണ്ടുവാറിയൊക്കെ ശക്തമായി പറഞ്ഞ ആളുകളാണ്. ഞങ്ങൾ അതിന് ശേഷം പറഞ്ഞത് ഞങ്ങൾ ആരും പിന്നോട്ട് പോകുന്നില്ല, മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, പാണക്കാട് തങ്ങന്മാരെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. അന്ന് കാന്തപുരത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല, നോളേജ് സിറ്റിയിൽ പോകാൻ പാടില്ല എന്നൊക്കെ തിട്ടൂരമറക്കിയതിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നവരായിരുന്നു ഇവരൊക്കെ, ഞങ്ങൾ ഉൾപ്പെടെ. അപ്പൊ അത് ലീഗിലേക്കല്ല അത് ബന്ധപ്പെടേണ്ടത്. അവനവനാണ് ഈ തിട്ടൂരമറക്കിയതും അവരുമായി ബന്ധപ്പെടാൻ പാടില്ല, അവരുമായി ഒരു കണക്ഷനും പാടില്ല എന്ന് പറഞ്ഞതും പോയതിന്റെ പേരിൽ ലീഗിനെ ആക്ഷേപിച്ചതും. അപ്പൊ എന്തിന്റെ പേരിലാണ് ഇന്ന് ചില ആളുകൾ ഇതിന്റെ വിഷയം ലീഗിന് നേരെ ചൂണ്ടുന്നത്? അത് ചരിത്രത്തെ നേരെ കാണിക്കുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു നന്ദികേടാണ്. അപ്പൊ അതേ സംബന്ധിച്ചത് മസ്ലഹത്തിന് പാണക്കാട് കുടുംബം എന്നും അനുകൂലമാണ്, ഇപ്പോഴും അവരെ അനുകൂലമാണ്. സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അതിന് മുൻപന്തിയിലുണ്ട്. ഒന്നിച്ചു നിൽക്കാൻ വളരെ ആത്മാർത്ഥമായി പറയാണ്. വല്ലാഹി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യം, ഇരുവിഭാഗം സുന്നികളും ലയിച്ചു ചേരണം എന്നതിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന നേതാവ് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അതൊരു വിട്ടുവീഴ്ചയില്ല, ഒരു വെള്ളം ചേർക്കാത്ത വർത്തമാനം തന്നെയാണ് ഇതുവരെ പറഞ്ഞതും ഇപ്പൊ പറഞ്ഞത് പ്രത്യേകിച്ചും. അതുകൊണ്ട് ആവശ്യമില്ലാതെ ബാഹ്യശക്തി, കറുത്തകരം എന്ന് പറഞ്ഞ് അങ്ങോട്ട് തിരിക്കേണ്ട. അത് അവനവൻ ഒരു ഭാഗത്തിന് നേരെ തിരിയുമ്പോ 3 വിരൽ സ്വന്തത്തിലേക്കാണ് തിരിയുന്നത് എന്ന് ചൂണ്ടുവിരൽ പാണക്കാടിനും ലീഗിനും നേരെ തിരിക്കുന്നവർ ഓർക്കണം. സ്വന്തം ചെയ്തിട്ടുള്ള ചെയ്തികളെന്ന് ഓർക്കണം. അതുകൊണ്ട് ഇതുവരെ ചെയ്ത വിഭാഗീയതകൾ വളർത്തിക്കൊണ്ടുവന്ന ആളുകൾ ഇപ്പോ മസ്ലഹത്തിനും സൗഹൃദത്തിനും വേണ്ടി പ്രവർത്തിച്ചവർക്ക് നേരെ തിരിയുന്നത് വിരോധാഭാസമാണ് എന്ന് സൂചിപ്പിക്കേണ്ടതുള്ളൂ. ഐക്യപ്പെടണം. അതിന് വേറെ ആൾക്കാർ കുറ്റപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ നേതൃത്വത്തെ പാരമ്പര്യത്തെ ധിക്കരിച്ചിട്ട് ഉള്ള രീതിയിലുള്ള ചർച്ചയിലേക്ക് പോകുന്നത് ശരിയല്ല. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.